കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ 2024-2025 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇൻ്റഗ്രേഷൻ ഡേ 1 പ്രവർത്തനം 1 ആടാം, പാടാം, വരയ്ക്കാം, വായിക്കാം. ഇനി എന്താണ് ചിത്രം എന്ന് നോക്കാം. എന്താണ് കൂട്ടുകാരെ കാണുന്നത്? ഒരു പട്ടത്തിലെ ആടാം എന്നെഴുതിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരു ബലൂണിൽ എന്തെഴുതിയിട്ടുണ്ട്? പാടാം എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു മഴവില്ലിൻ്റെ ഒരറ്റത്ത് വരയ്ക്കാം എന്നും മറ്റേ അറ്റത്ത് വായിക്കാം എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ? പിന്നെ ഒരു വിമാനം പോകുന്നുണ്ട്, മലകളുണ്ട്, അതിലെന്തുണ്ട്? പൂമ്പാറ്റകളുണ്ട്, പൂക്കളുണ്ട്. പിന്നെ ദേ ആരവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ പോലത്തെ ഒരു കുട്ടി. അവളുടെ ടീച്ചർ ഒരു ചിത്ര ബുക്ക് സമ്മാനമായിട്ട് കൊടുത്തു. നിങ്ങൾ കണ്ടോ? അവിടെ മലകളും പൂക്കളും ഒക്കെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രം വരച്ച് അതിനെ എന്ത് ചെയ്യാണ്? കളറ് കൊടുക്കുകയാണ്. അതുപോലെ മുകളിലുള്ള ബലൂണിനും മഴവില്ലിനും ആ കാണുന്ന ചിത്രം മുഴുവനും കളറ് കൊടുത്ത് മനോഹരമാക്കണം. കൂട്ടുകാർ റെഡിയല്ലേ? ആ ചിത്രത്തിനെ അതിമനോഹരമാക്കി മാറ്റണം. എങ്ങനെ? നിങ്ങളുടെ കയ്യിലുള്ള ക്രയോൺസ് ഉപയോഗിച്ച് ചിത്രത്തിന് ഭംഗിയായി കളറ് കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2 വായിക്കൂ, നിറം നൽകൂ. ഒന്നാമത്തെ ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. അപ്പം നമുക്ക് ചിത്രം ഒന്ന് നോക്കാം. ഏതാണ് ഇതിലെ ചെറിയ 2 നക്ഷത്രങ്ങൾ? അവയ്ക്ക് നമ്മൾ ചുവപ്പ് നിറം കൊടുക്കണം. ഈ ചിത്രത്തിൽ ഏതാണ് ചെറിയ 2 നക്ഷത്രങ്ങൾ? ഒന്ന് പറഞ്ഞേ. ഈ കാണുന്ന 2 നക്ഷത്രങ്ങളാണ് ചെറിയ നക്ഷത്രങ്ങൾ. കൂട്ടുകാർ ചുവന്ന നിറം പുറത്തു പോകാതെ കൊടുക്കണം. ഇനി അടുത്തത് വലിയ നക്ഷത്രത്തിന് നീല നിറം നൽകേണ്ടത്. വലിയ നക്ഷത്രത്തിന് ഏത് നിറം നൽകേണ്ടത്? നീല നിറമാണ് നൽകേണ്ടത്. നമുക്ക് ചിത്രം ഒന്നും കൂടി നോക്കാം. വലിയ നക്ഷത്രം ഏതെന്ന് കൂട്ടുകാർ പറഞ്ഞേ. ഇതിലേതാണ് വലിയ നക്ഷത്രം? ഇതാണ് വലിയ നക്ഷത്രം. അപ്പം ഇതിനെ നമുക്ക് നീല നിറം കൊടുക്കാം. കൂട്ടുകാർ ഇത് പുറത്തേക്ക് പോകാണ്ട് നല്ല ഭംഗിയിൽ കൊടുക്കണേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകാം. ഇതിലേതാ ചിരിക്കുന്ന നക്ഷത്രം? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകാവുന്നതാണ്. ടീച്ചർ ഇതിനെ വയലറ്റ് നിറം നൽകുകയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകാം. എന്തു ചെയ്യണം? നല്ല ഭംഗിയിൽ പുറത്തു പോവാതെ നൽകണേ. ഇനി അടുത്തത് പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ? അതിൻ്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും നൽകൂ. ഇതിലേതാണ് പൂവ് പോലെയുള്ള നക്ഷത്രം? വട്ടം വരച്ച് ഇതളുകളുള്ള നക്ഷത്രം. അപ്പോൾ ആ വട്ടത്തിന് മഞ്ഞ നിറവും ഇതളുകൾക്ക് എന്ത് നിറമാണ്? പച്ച നിറവും നൽകണം. നമുക്ക് നൽകിയാലോ? നൽകുമ്പോൾ പുറത്തേക്ക് പോകാതെ ഭംഗിയായി നൽകണം. ഇനി എന്താണ് പറയുന്നത്? ഉത്തരം എഴുതാം. നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? നടുവിലെ മഞ്ഞ നിറം നൽകിയത് നമ്മൾ ഏത് നക്ഷത്രത്തിനെയാ? ആ നക്ഷത്രത്തിൻ്റെ പേരെന്താ? സൂര്യൻ. സൂര്യൻ എന്ന് ആ കോളത്തിൽ നമ്മൾ എഴുതണം. ഇനി പ്രവർത്തനം 3 തരംതിരിക്കാം. ഇവിടെ കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവയുടെ പേര് അതിന് ചുവടെ എഴുതിയിട്ടുമുണ്ട്. ഏതൊക്കെ വാഹനങ്ങളാണ് തന്നിരിക്കുന്നത്? ബസ്, മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, തോണി, സൈക്കിൾ, തീവണ്ടി, റോക്കറ്റ്, വിമാനം, കപ്പൽ, ലോറി, ഹെലികോപ്റ്റർ. കൂട്ടുകാർക്ക് ഈ വാഹനങ്ങൾ പരിചയമുണ്ടോ? എങ്കിൽ നമുക്ക് ഇതിനെ തരംതിരിച്ച് എഴുതാം. ഈ കളങ്ങളിൽ എഴുതണം. കരയിലൂടെ ചിത്രം നോക്കി കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ നമുക്ക് എഴുതി നോക്കിയാലോ? ഈ ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ? നമുക്ക് പറഞ്ഞു നോക്കാം. ബസ്, മണ്ണുമാന്തി യന്ത്രം, സൈക്കിൾ, തീവണ്ടി, ലോറി. അപ്പം നമുക്കത്
ആ കളത്തിൽ എഴുതിയാലോ? ഏതൊക്കെ വാഹനങ്ങളാ കരയിലൂടെ പോകുന്നത്? ബസ്, മണ്ണുമാന്തി യന്ത്രം, സൈക്കിൾ, തീവണ്ടി, ലോറി. ഇനി നമുക്ക് അടുത്തത് എന്തെഴുതാം? വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരെഴുതാം. അപ്പം ഇനി ചിത്രം നോക്കി വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളൊന്ന് പറഞ്ഞേ. ബോട്ട്, തോണി, കപ്പൽ. ഇനി നമുക്ക് ആ കളത്തിൽ എഴുതിയാലോ? എന്തെഴുതാം? വെള്ളത്തിലൂടെ. എന്നിട്ട് എന്തെഴുതാം? ബോട്ട്, തോണി, കപ്പൽ. ഇനി അടുത്തത് എങ്ങനെ തരംതിരിക്കാം? ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ അല്ലേ? അപ്പോൾ നമുക്ക് ആകാശത്തിലൂടെ എഴുതാം. എന്നിട്ട് ചിത്രം നോക്കി ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേര് ഇവിടെ എഴുതാം. ഏതൊക്കെയാണവ? വിമാനം, റോക്കറ്റ്, ഹെലികോപ്റ്റർ. അപ്പോൾ ഈ 3 പേരും ആ കോളത്തിൽ എഴുതണം. എന്താണ് ഇവിടെ എഴുതുക? വിമാനം, റോക്കറ്റ്, ഹെലികോപ്റ്റർ. ഓക്കെ. ഇനി ചക്രങ്ങൾ ഇല്ലാത്ത ഒരു വാഹനത്തിൻ്റെ പേര് എഴുതുക. ചക്രങ്ങൾ ഇല്ലാത്ത ഒരു വാഹനം ഏതാ ഈ ചിത്രങ്ങളിലെ? തോണി. അപ്പോൾ ഇവിടെ തോണി എന്ന് നമുക്ക് എഴുതണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോയ് വെഹിക്കിൾസ്, കളിവണ്ടികളുടെ പേരും അവയുടെ രൂപയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഓരോ വണ്ടിക്കും എത്ര രൂപയായി എന്ന് നോക്കാം. ട്രെയിനിന് 55 റുപ്പീസ്. പിന്നെ ലോറിക്ക് 41 റുപ്പീസ്. പിന്നെ എറോപ്ലെയിന് 80 റുപ്പീസ്. പിന്നെ കാറിന് 30 റുപ്പീസ്. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് 16 റുപ്പീസ്. അപ്പോൾ ഓരോ വണ്ടിക്കും എത്ര രൂപയായി എന്നാണ് ഇതിൽ തന്നിരിക്കുന്നത്. തീവണ്ടിക്ക് 55 രൂപ, ലോറിക്ക് 41 രൂപ, വിമാനത്തിന് 80 രൂപ, കാറിന് 30 രൂപ, ഓട്ടോറിക്ഷയ്ക്ക് 16 രൂപ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ പ്രൈസ് ഓഫ് ദ ടോയ് വെഹിക്കിൾസ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. നമ്മുടെ വെഹിക്കിൾ ഉണ്ടല്ലോ, ടോയ് വെഹിക്കിൾ, അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സ്മോളസ്റ്റ് പ്രൈസ് തൊട്ട് ലാർജസ്റ്റ് പ്രൈസ് വരെ, ചെറിയ രൂപ തൊട്ട് വലിയ രൂപ വരെ നമ്മൾ എഴുതണം. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് അതിൻ്റെ പ്രൈസ് എഴുതാം. ഒന്ന് എഴുതി നോക്കിയാലോ? ഇതിലേതാണ് ഏറ്റവും ചെറിയ പ്രൈസ്? ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ 16. പിന്നെ കാറിന് 30. പിന്നെ ലോറി 41. പിന്നെ ട്രെയിൻ 55. പിന്നെ എറോപ്ലെയിൻ 80. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 16, 30, 41, 55, 80. How much is the total price for a train and a car? അപ്പോൾ ട്രെയിനിൻ്റെയും കാറിൻ്റെയും ടോട്ടൽ പ്രൈസ് എത്രയാണെന്ന് എഴുതാൻ എങ്ങനെ എഴുതും? ട്രെയിനിൻ്റെ പ്രൈസ് എത്രയാ? 55 പ്ലസ് കാറ് 30. 55 പ്ലസ് 30. അപ്പോൾ ആൻസർ എത്രയാ? ആൻസർ 85. വിച്ച് ടോയ് ഹാസ് ദ ഹയസ്റ്റ് പ്രൈസ്? ഏത് ടോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് വന്നേക്കുന്നത്? ഏത് ടോയ്ക്കാ? എറോപ്ലെയിൻ. എത്ര വന്നു? 80 റുപ്പീസ്. അപ്പം ഹയസ്റ്റ് പ്രൈസ് ഉള്ളത് എറോപ്ലെയിൻ. ഇനി ഇതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ബൈ എ ടോയ് ഓട്ടോറിക്ഷ ഓഫ് 16 റുപ്പീസ്? എന്താണ്? നമുക്ക് ഓട്ടോറിക്ഷ ടോയ് വാങ്ങണം, ഓട്ടോറിക്ഷ കളിപ്പാട്ടം നമുക്ക് വാങ്ങണം. അപ്പോൾ എത്ര രൂപ ഓട്ടോറിക്ഷയ്ക്ക്? 16 റുപ്പീസാണ്. കോയിൻസും പിന്നെ കുറച്ച് നോട്ട്സും തന്നിട്ടുണ്ട്. ഇതിന്ന് 16 റുപ്പീസ് എടുത്തിട്ട് നമ്മൾ ഓട്ടോറിക്ഷ വാങ്ങണം. അപ്പോൾ ഏതൊക്കെ നോട്ടും ഏതൊക്കെ കോയിനാണ് നമ്മൾ ഇതിന്ന് എടുക്കുക? 16 റുപ്പീസ് ആവാൻ വേണ്ടിയിട്ട് 20 റുപ്പീസ് ഒരിക്കലും എടുക്കില്ല. എന്താണ്? 20 16നേക്കാളും വലുതാണ് അല്ലേ? അപ്പം അത്രയും പൈസ നമുക്ക് വേണ്ട. പിന്നെ ഏതാ എടുക്കുക? 10 റുപ്പീസ് എടുക്കുക, 5 റുപ്പീസും. അപ്പം അത് രണ്ടും കൂട്ടുമ്പോൾ എത്രയാ? 10 പ്ലസ് 5 15. ഇനി എത്ര വേണം 16 ആവാൻ? 1 അല്ലേ? 16 ആവാൻ 15 കഴിഞ്ഞാൽ 1 കൂട്ടുമ്പോൾ എത്രയായി? 16. അപ്പം നമുക്കിനി എന്തുണ്ട് അതിൽ ബാക്കി?
2 കോയിൻ ഉണ്ട്, ഒന്ന് 2-ൻ്റെയും ഒന്ന് 1-ൻ്റെയും. എത്രേൻ്റെ കോയിൻ എടുക്കണം? 1-ൻ്റെ കോയിൻ എടുക്കണം. അപ്പോൾ ഏതൊക്കെ നോട്ടും ഏതൊക്കെ കോയിനാണ് നമ്മൾ എടുത്തേക്കുന്നത്? 10, 5, 1. അപ്പോൾ കൂട്ടുകാർ നോക്കി നോക്കിയേ, 10 + 5 + 1 എത്രയാ? 16. അപ്പോൾ ഏതൊക്കെ കോയിൻസാണ് നമ്മൾ എടുത്തേക്കണേ? ഏതൊക്കെ നോട്ടാണ് നമ്മൾ എടുത്തേക്കണത്? നോട്ട്സാണ് നമ്മൾ എടുത്തേക്കണത് 10, 5, പിന്നെ 1-ൻ്റെ കോയിനും. 10, 5 നോട്ട്സും പിന്നെ 1-ൻ്റെ കോയിൻ എടുത്തിരിക്കുന്നു. അപ്പം അതവിടെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീട്ടിൽ കാണാം. ബൈ.